ഇന്ന് ലോക പുസ്തക ദിനം. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ഓർക്കാനും ആദരിക്കാനുമുള്ള ഒരു ദിനം. വിശ്വസാഹിത്യ നായകരിൽ പ്രമുഖനായ വില്യം ഷേക്സ്പിയറിന്റെ ജനനവും മരണവും ഈ ദിവസമാണ്. സാങ്കേതിക വിദ്യയുടെ പുത്തൻ ലോകത്ത് പുസ്തകങ്ങൾ അലങ്കാരമായ കാലം. വിപ്ലവം വായനയിലൂടെ എന്ന ആശയം മറന്ന കാലം. അതിലൂടെയാണ് ഇന്നൊരു പുസ്തക ദിനം കൂടി കടന്നുപോകുന്നത്. എഴുത്തിലൂടെ ഒരു ജനതയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച വില്യം ഷേക്സ്പിയർ എന്ന വിശ്വസാഹിത്യകാരന്റെ ജനനവും മരണവും ഒരേ ദിനമാണ്. അത് പുസ്തക ദിനമായി ലോകം ആചരിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരനായ ഗാർസിലാസോ ഡെ ലാവഗയുടെയും മിഗ്വൽ ഡെ സെർവിന്റീസിന്റെയും ചരമദിനം കൂടിയാണ് ഈ ദിനം. ഈ മഹാന്മാരോടുള്ള ആദരസൂചകമായാണ് ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ 1995 യുനെസ്കോ പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചത്. പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക ദിനങ്ങൾ കൊണ്ടാടുകയാണെന്ന് യുനെസ്കോ സമ്മേളനം ആഹ്വാനം ചെയ്തു. എത്ര തന്നെ പുത്തൻ യുഗം ഉദയം ചെയ്താലും അക്ഷരങ്ങളുടെ തുടക്കം പുസ്തകങ്ങളിൽ നിന്നും തന്നെയാണ്. ആശയവിനിമയത്തിന്റെ ഉറവിടവും അവിടെ നിന്നുമുള്ള അറിവിന്റെ തുടക്കവും പുസ്തകങ്ങളാണ്. ചിന്തകൾക്ക് പൂർണ്ണത നൽകിയ ജീവിതങ്ങളുടെ നിലയും നിലപാടുകളും പറഞ്ഞ വിപ്ലവത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാടാണ്. നമ്മൾ കാണാത്ത അറിയാത്ത മായാലോകം കാട്ടിത്തന്ന പുസ്തകങ്ങളും അനവധി. ഇന്ന് വായന മരിക്കുന്നുവെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞൊതുക്കാൻ കഴിയില്ല. ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുതലാണ്. ജീവിച്ചിരുന്ന കാലം ഷേക്സ്പിയറിനെ ലോകം അത്ര തന്നെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ മരണശേഷം ഷേക്സ്പിയർ നാടകങ്ങളും അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളും ലോകം സ്വീകരിച്ചു, ചർച്ച ചെയ്തു. ഷേക്സ്പിയറിന്റെ അക്ഷരങ്ങളിലെ വെളിച്ചത്തിൽ പുതിയ പുസ്തകങ്ങൾ പ്രകാശം കൊണ്ടു. ഇന്നിന്റെ എഴുത്തുകാരന് വായനക്കാരനെ കിട്ടുന്നില്ല എന്ന പരാതിയും പരിഭവങ്ങളും നിരന്തരം ഉയരുന്നതാണ്. നല്ല എഴുത്തുകൾ നിറഞ്ഞ പുസ്തകങ്ങൾ വായനക്കാരനെ ആകർഷിക്കുന്നുമുണ്ട്. അതിന് സ്വീകാര്യതയുമുണ്ട്. കാഴ്ചകളിലെ നിറങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ അക്ഷരം നിറഞ്ഞ പുസ്തകങ്ങൾ തരുന്ന വെളിച്ചത്തിലൂടെയും കണ്ണോടിക്കാം. വായിച്ചു വളരാം, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.